വെരി ഗുഡ്. ഇരിക്കൂ. നിങ്ങള് ഈ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു സർ. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് മിസ്റ്റർ. സർ, BA വരെ പഠിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇനി 10,000 രൂപ പോയിട്ട് 10 പൈസ പോലും ചിലവാക്കാൻ എന്റെ കുടുംബത്തിൽ. കഷ്ടപ്പാടുകളൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സർ പ്ലീസ്. സോറി, കൂടുതൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങിഷ്ട ഭോജന സൗഖ്യം. എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങും. കാശ് കൊടു. അത് വേണ്ട, എന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ. നീ അവിടെ ഇരുന്നാ മതി. എങ്ങോട്ടാ? പതിവ് പരിപാടി. ജോലി അന്വേഷിച്ചിറങ്ങിയത്. ഓ, ജോലി അന്വേഷിച്ചിറങ്ങേ. ജോലി നമ്മളെ തെടിഞ്ഞോട്ട് വരണം. അതെങ്ങനെ? ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ ശരിയാക്കി തരില്ലേ? ശിക്ഷ എന്തോ അങ്ങനെയല്ലേ? അതെ. ഓടാറുന്നു. നാളെന്താ? പേരെന്താ? കുമാർ. കുമാരനറിയാമോ? ഞാനും ഇവിടുത്തെ മിനിസ്റ്ററും 4ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചതാ. അതിനുശേഷം ആശാൻ പഠിച്ചിട്ടേ ഇല്ല. അതെ. ഞാൻ പോട്ടെ. നിക്ക്. ജോലിക്കാരല്ലേ, ഞാൻ ശരിയാക്കി തരാം. ശിക്ഷ എന്തോ വരുന്നവരെ നോക്കിക്കൊള്ളണം. ശരി ആശാൻ. അല്ലേ പ്രൊഫസർ? രാത്രിയിൽ ക്യാമ്പിൽ വരാം. വരൂ. ഒന്നൊന്നുമില്ല, മാളവ്യ ചിത്രകാനാ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്റെ ഫ്രണ്ടാ. ഞാനൊന്നിപ്പോ അങ്ങനെ ബത്തണില്ല. ഞാൻ പോവാ. എന്ത് പറ്റി? എന്ത് പറ്റി? അവന് എന്നെ കുറെ നാളായി ശല്യപ്പെടുത്തുന്നു. അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. അതിനാണോ തല്ലിയത്? അങ്ങേര് അല്ല, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് അവനെന്നെ തല്ലാൻ വന്നു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. വേണ്ട, ഞാനല്ലേ വിളിക്കുന്നത്. വരാൻ എന്തൊരു കഷ്ടമാണ്. നോക്കി നടക്കില്ല. ഞാൻ ഒന്ന് തരണോ ഇനി? ചിലപ്പോ കൂടെ കോളേജിൽ പഠിച്ച വല്ല പെണ്ണുമായിരിക്കും. എന്റെ പ്രേം, നിങ്ങൾ വന്നുവല്ലോ. ഐ ആം സോ ഹാപ്പി. വരൂ, അകത്തേക്ക് വരൂ. വരൂ. അമ്മേ, എന്റെ പ്രേം വന്നു. ഇരിക്കൂ. മോള് പോയി കാപ്പി കൊണ്ടുവരും. കാപ്പി ഉണ്ടേ? ആ പോയത് എന്റെ മകളാണ്. അവളെ നിങ്ങൾ നേരത്തെ അറിയുമോ? ഇല്ല. അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല പെൺകുട്ടി. അവൾക്ക് ഭ്രാന്താണ്. പ്രേം, സ്വപ്നെ, നീ നീ ഇസബല്ലയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവൾ വിശ്വസുന്ദരിയായിരുന്നു. ലോറൻസോ അവളെ ജീവന തുല്യം സ്നേഹിച്ചു. പക്ഷേ ജെയിംസ് എന്ന ക്രൂരൻ ലോറൻസെ കൊന്നു. പാവം ഇസബല്ല. അവൾ കരഞ്ഞു. അവസാനം അവൾ ഒരു ഭ്രാന്തിയായി മാറി. നമ്മുടെ ബന്ധം അങ്ങനെ തകരരുത്. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്റെ പ്രേം, നിങ്ങൾ എന്റെ ജീവനാണ്. ഒരു സന്ധ്യയുടെ സൗന്ദര്യമുണ്ട് നിനക്ക്. നോ നോ നോ, അധികം താമസിക്കണ്ട. സ്വപ്നയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണോ ശാർമലയുടെ കല്യാണം നടത്താൻ. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? എല്ലാം ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ഇഷ്ടം പോലെ. അമ്മേ, എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ നേരമായി. മോള് പൊയ്ക്കോ, കാറെടുത്തു. ഞാൻ കാറിൽ പോകുന്നില്ല. ഐ നോ പ്രേമന്റെ കൂടെ
സ്കൂട്ടറിന്റെ ബാക്കിലിരുന്ന് പോകാനില്ലേ? അയ്യോ, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. അമ്മേ, ഈ പ്രേമിനോട് പറയൂ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ. നീ തന്നെ പറ. പ്രേം പ്ലീസ്. സാരമല്ല പ്രേം, നാണിക്കണ്ട, പൊയ്ക്കോ. കേറൂ. ഓക്കെ. ബൈ. സ്വപ്നെ, നീ എന്റെ സ്വന്തമായി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. പ്രേം, ഉടനെ വരില്ലേ? ഉടനെ വരും. Hello, Swapna, how are you? Fine, thank you. Oh, sit down. Madam, Swapnയ്ക്ക് next week marriage ആണ്. My happy wishes, Swapna. Thank you, madam. Prem is very handsome, madam. Really, you are a lucky girl. Swapna? No. Mrs. Swapna Prem. മാഡം ഒരു ടെലിഫോൺ. ഞാനിപ്പോ വരാം. ഹലോ, യെസ്, വിമൻ പ്രൊഫസർ. അതെ അതെ, ഉണ്ട്. എന്ത്? സ്വപ്ന, വരൂ. എന്ത് മേഡം? നത്തിങ്, വരൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ആക്സിഡന്റ് കണ്ടപ്പോൾ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മെന്റൽ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും? ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഡോക്ടർ ചെറിയാൻ ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ആണ്. ഈ അഡ്രസ്സിൽ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യൂ. അല്ലേ? സ്വപ്ന അറിഞ്ഞു.
ഇന്നലെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് നടന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മനുഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പാവം. അയാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കെ സ്വപ്ന ഈ മനുഷ്യനെ അറിയൂ? എന്ത് പറ്റി ഡോക്ടർ? കുറച്ചു നേരം ഉറങ്ങട്ടെ. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ രോഗം മാറിയേക്കുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനെ ശ്രമിച്ചു നോക്കി. ഒരു ഭ്രാന്തിയെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറായില്ല. അവസാനം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ ഞാൻ തേടിപ്പിടിച്ചു. കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗസ്ഥനാകാൻ എന്നെ കിട്ടില്ല. നീ എപ്പടി പേസറേ? നിനക്കെന്താ പറയാനുള്ളത്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണ്. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി വേണം. അവൻ ചെല്ലതും കറക്റ്റ് തന്നെ. അതിനെന്താ മോനെ, നീ അന്യനല്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഉണ്ട്, അല്ലേ ചേട്ടാ? ഒന്നു മാത്രമില്ല, എനിക്കൊരു ജോലി. ജോലി ചെയ്തേ തീരും നിർബന്ധമാണെങ്കിൽ നീ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരാ. എന്ത് ജോലി എന്ന് കൃത്യമായി പറയണം. Good morning. Morning. Mr. Rajasekaran, new appointment, purchasing manager. ഹലോ ഹലോ, I am Janardhan, assistant manager. ഓ മിസ് റാണി, ഞങ്ങളുടെ നമ്മുടെ സ്ഥലം മിസ് മേരി Class. അപ്പോ രാജശേഖർ, നമുക്ക് ഫാക്ടറിയൊക്കെ ചുറ്റി കാണാം. വരൂ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ അവിടെ പോയി നേഴ്സായി ജോലി ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരാൻ കഴിയും. അതിന് എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഒരു ഭ്രാന്തി പെണ്ണിന് മരുന്ന് കൊടുക്കാൻ ഇത്ര അറിയാൻ എന്തിരിക്കുന്നു? ആ പിന്നെ ഒരു കാര്യം, പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ? ശരി. എന്നെ മനസ്സിലായില്ലേ? എന്നാ ആരാ ഒന്ന് പറഞ്ഞു. അല്ല, രാജൻ, നിന്റെ രാജേട്ടൻ. നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കും. എന്താ, നിനക്ക് സമ്മതമല്ലേ? തമിഴകത്തെ തെയ്യങ്ങേ തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ. വിവാഹവും നടന്നില്ല. അവൾക്ക് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആവശ്യം എന്റെ സ്വത്തായിരുന്നു. അവൾ എന്നും തന്റെ പ്രേമനെയും കാത്ത് തടസ്സിപ്പോയി നിൽക്കും. അങ്ങനെയാണ് നിങ്ങളെ അവൾ കണ്ടുമുട്ടിയത്. ആ സംഭവത്തിന് ശേഷം എന്റെ മുളിന്നാണ് ചിരിച്ചു കണ്ടത്. കാരണം അവളുടെ പ്രേമം നിങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. പേരെന്താ? പ്രേമചന്ദ്രൻ. പ്രേമെന്ന് വിളിക്കും. അവന്റെ പേര് പ്രേംകുമാർ. പ്രേമെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞിട്ടെ. ഇരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുമായി ഇടപഴകുന്നത് അവൾക്കൊരാശ്വാസമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തോ
നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലെ ദുഃഖമെല്ലാം മാഞ്ഞുപോയി. ദയവായി ഞാൻ പറയുന്നതിന് എതിര് പറയരുത്. പറയൂ. നിങ്ങൾ ദിവസവും ഇവിടെ വരണം. എന്റെ മകളെ കാണണം, അവളുമായി സംസാരിക്കണം. ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നവനാണ്. പ്രായപൂർത്തിയായ അമ്മയില്ലാത്ത 2 സഹോദരിമാരുണ്ട് എനിക്ക്. അവർക്കെല്ലാം ആശ്രയം ഞാൻ മാത്രമാണ്. അതെല്ലാം ഉപേക്ഷിച്ച്... വേണ്ട, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. എനിക്ക് അല്പം മനസമാധാനം ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. ക്ഷമിക്കണം, ഞാൻ... പ്രേം, ഒരമ്മ മകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്റെ മകളുടെ അസുഖം മാറിക്കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം. പ്രേം, പോകരുത്. അമ്മേ, പ്രേം, കാപ്പി കുടിക്കൂ. വാങ്ങി കുടിക്കൂ. അമ്മേ, ഞാൻ എന്റെ പ്രേമിന്റെ കൂടെ നടക്കാൻ പോകുന്നു. ഇന്ന് വേണ്ട മോളെ, നാളെ ആവട്ടെ. വേണ്ട മോളെ. ശരി, അമ്മ പറഞ്ഞ പോലെ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ പ്രേം, നാളെ വരില്ലേ?